നമസ്കാരം. നുണേശന്റെ ഇന്നത്തെ മറ്റൊരു കല്ല് വെച്ച നുണയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരാൾ എനിക്കൊരു ചോദ്യമുണ്ട് സാർ എന്ന് പറയുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കണമെന്ന് പറയും. ഞങ്ങളാരെങ്കിലും പറയും. നിങ്ങൾ എത്ര ചോദ്യം അപ്രിയങ്ങളായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇല്ലേ? എത്ര അപ്രിയങ്ങളായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്? ഞങ്ങൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? എന്നോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്ന് പറഞ്ഞല്ലോ. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടി അത് വേണ്ട, എന്റെ അടുത്ത് വേണ്ട. ഞാൻ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല. വേറെ വല്ലതും പറയും. ആവർത്തിച്ച് ചോദിച്ച് വേറെ ആർക്കും ചോദ്യത്തിന് അവസരം കൊടുക്കാതിരിക്കുമ്പോഴാണ് ഞാൻ പറയാറുള്ളത്, പ്ലീസ് ചേട്ടാ നിർത്ത്, മറ്റവർക്ക് കൂടി കൊടുക്കാൻ പറയാറ്. അല്ലേ മിണ്ടാതെ നിൽക്ക്. ഞാൻ സംസാരിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇയാളിനി ചോദിക്കണ്ട. ഞാൻ നിങ്ങളെ കാണുന്നില്ല. ഇല്ലെന്ന് സംസാരിക്കില്ല എന്ന് പറഞ്ഞില്ല. വീണ്ടും ഞാൻ സംസാരിക്കും. ഞാൻ പറയാറുള്ളത്, പ്ലീസ് ചേട്ടാ നിർത്ത്, മറ്റവർക്ക് കൂടി കൊടുക്കാൻ പറയാറ്. വേണ്ട, ഒരു അസംബന്ധവും പറയണ്ട. വേണ്ട അല്ലല്ല നിങ്ങളെ വേണ്ട പത്രസമ്മേളനം അല്ലല്ല. ഞാൻ മര്യാദ ആയിക്കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പുറത്തിറക്കി വിടും, മനസ്സിലായോ? ഇല്ലേ? എത്ര അപ്രിയങ്ങളായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്? ഞങ്ങൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? മര്യാദയ്ക്ക് ഇരുന്നോളാം. അസംബന്ധം പറയാതെ മര്യാദയ്ക്ക് ഇരുന്നോ. നിങ്ങളെ ഇവിടുന്ന് പുറത്തിറക്കി വിടാനുള്ള എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഞങ്ങളൊക്കെ രാവിലെ വന്നിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം പറയല്ലേ? ആദ്യം ഇതൊരു മര്യാദ പഠിക്കുക. ആദ്യം ചോദിക്കല്ലേ എടാ. അല്ലല്ല അങ്ങനെ ചോദിക്കല്ലേ, അങ്ങനെ ചോദിക്കാൻ പാടില്ല. അല്ല, അത് നിങ്ങൾ പല മൈക്കിൽ പോയി പ്രസംഗിക്കും, ചന്തയിൽ പോയി, മാർക്കറ്റിൽ പോയിട്ട് പ്രസംഗിക്കും. ഞാൻ നിങ്ങളോട് പറയാൻ എനിക്ക് സൗകര്യമില്ല. എനിക്ക് പറയാൻ സൗകര്യമില്ല. എന്റെ അടുത്ത് വരണ്ട. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം പറയല്ലേ? ഒരു ചോദ്യം പോലും ചോദിക്കാൻ പാടില്ല. നിങ്ങളുടെയൊക്കെ ഈ മാധ്യമങ്ങളുടെ ആളുകളെ അടക്കം ചെയ്യേണ്ടതാണ്. അവരുടെ അസംബന്ധം പറയണ്ട. ഒരു അസംബന്ധം. എത്രമാത്രം അധപ്പതിച്ച് ഇവരുടെയൊക്കെ ഉള്ളിലുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലവര്. ഇവരുടെയൊക്കെ ഉള്ളിലുള്ളത് ഇതാണ്, ഈ ധാർഷ്ട്യവും ധിക്കാരവും. പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെ, സംസാരിക്കാതിരുന്നേ സംസാരിക്കാതിരിക്കേ, മിണ്ടരുത് ഇവിടെ നിന്ന്. ഒരാൾ എനിക്കൊരു ചോദ്യമുണ്ട് സാർ എന്ന് പറയുമ്പോ വീട്ടിൽ പോയി ചോദിക്കണമെന്ന് പറയും. ഞങ്ങൾ ആരെങ്കിലും പറയും. നോ മോർ ക്വസ്റ്റ്യൻസ്. എല്ലാ ദിവസവും ചോദിക്കണ്ട. ഞങ്ങൾ മുഖ്യമന്ത്രി അല്ല, നിങ്ങൾ സംസാരിക്കല്ലേ. ആ ഒരു കാലത്തിലും പിന്നിൽ നിങ്ങളിപ്പോ അതല്ല, ഇങ്ങോട്ട് വരണ്ട. കയ്യിൽ വെച്ചാൽ മതി. ഇതുപോലത്തെ സാധനങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. ഇവരുടെയൊക്കെ ഉള്ളിലുള്ളത് ഇതാണ്, ഈ ധാർഷ്ട്യവും ധിക്കാരവും. എന്ത് ചെയ്യാൻ സീനിയറാണ്, എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? എത്ര അപ്രിയങ്ങളായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്? ഞങ്ങൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? ബന്ധമില്ലാതെ താങ്കൾ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പര ബന്ധമില്ല. എന്റെ വിശദീകരണം സൗകര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇതാണ് ഈ ധാർഷ്ട്യവും ധിക്കാരവും. ഇനി ഷോൾ ഇടുന്ന